മലയാളത്തിന്റെ ഇതിഹാസ നടൻ, ഇന്ത്യൻ സിനിമയുടെ മുഖം, ദ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ, ദ വൺ ആൻഡ് ഓൺലി മമ്മൂക്ക 4ാം തവണയും ദേശീയ പുരസ്കാരം ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് മലയാള സിനിമ ഇൻഡസ്ട്രി നമുക്ക് തന്നിരിക്കുന്നത്. ഏറ്റവും നല്ല ബെസ്റ്റ് ഫിലിമിന് ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമയ്ക്കാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല സിനിമോട്ടോഗ്രാഫി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ബ്രഹ്മയുഗം സിനിമയിൽ സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ള ഷഹനാദ് ജലാലാണ്. ഏറ്റവും നല്ല പ്ലേബാക്ക് സിംഗറായിട്ട് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി. അപ്പം 4ഓളം ദേശീയ പുരസ്കാരങ്ങളാണ് നമ്മുടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മ എന്ന സിനിമയിലെ കൊടുമൺ പൊറ്റി എന്ന് പറഞ്ഞ കഥാപാത്രം അവസ്മരണീയമായി അവതരിപ്പിച്ച നമ്മുടെയൊക്കെ വല്യേട്ടൻ, മുത്തോൻ, നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെയൊക്കെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മമ്മൂക്ക ആ ഒരു അവാർഡ് നമുക്ക് തന്നപ്പോൾ ഞാൻ ഇന്നലെ ഈ ഒരു ഇത് വെച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിരുന്നു. ആ പോസ്റ്റിൻ്റെ താഴെ വന്നിട്ടുള്ള ചില കമൻറ്റുകൾ, അതായത് സ്വന്തം ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താൻ നട്ടല്ലില്ലാത്ത ആണും പെണ്ണും കെട്ട ശിഖണ്ഡികൾ. ഈ കമൻറ്റ് വായിക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാകും എത്രത്തോളം ആ ഒരു വിരോധം, അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു മനുഷ്യനോടുള്ള അല്ലെങ്കിൽ എത്രത്തോളം വിരോധമാണ് ഇവനെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ വന്നിട്ട് പ്രകടിപ്പിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് വായിക്കാം. നിങ്ങളുടെ ഭാഷയിലാണ് ഈ ജിഹാദിക്ക് അവാർഡ് കിട്ടിയത്, അല്ലാതെ കൊടുക്കാൻ മാത്രം ജിഹാദി മമ്മുവിൽ ഇല്ല. വേണ്ടി വന്നാൽ ഈ അവാർഡ് ഞങ്ങൾക്ക് തിരിച്ചെടുക്കാനും പറ്റും എന്നാണ് ഈ വൃത്തികെട്ടവന്മാർ വന്നിട്ട് ഇതിനകത്ത് കമന്റ് ഇടുന്നത്. മറ്റൊരു കമന്റ് കൂടെ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയിലൊന്നും എടുത്താം. മമ്മൂട്ടിക്ക് കൊടുത്തില്ലായിരുന്നെങ്കിൽ സുഡാപ്പികളും കമ്മികളും കൊങ്ങികളും കൂടി കേരളം കത്തിച്ചേര. സത്യം എന്താണ് നമ്മൾ ഇതിനൊക്കെ പറയണത്? അതിനകത്ത് വികാസ് രാജ് എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത്. നിന്നോടൊക്കെ പറയാനുള്ളത്, മലയാള സിനിമയിൽ 50 വർഷം തികച്ചിട്ടുള്ള ഈ ഒരു മനുഷ്യന് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയിട്ടുള്ള സംഭാവന, അദ്ദേഹം ചെയ്തിട്ടുള്ള ഓരോ സിനിമകളും എല്ലാ വർഷങ്ങളിലും ദേശീയ പുരസ്കാര വേദികളിൽ എത്താറുണ്ട്. പക്ഷേ അവസാന സമയത്ത് ഇത്തരം ചില ദുഷിച്ച ശക്തികളുടെ ഇടപെടൽ മൂലം അദ്ദേഹത്തിന് പല പ്രാവശ്യം ആ അവാർഡ് നീങ്ങിപ്പോണ്ട്. പക്ഷേ ഇത് നിനക്കൊന്നും കൊടുക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം, കാരണം ഇതിന് ചെക്ക് വെക്കാൻ വേറൊരു സിനിമ ഇല്ലാത്തത് കൊണ്ട്, നിവർത്തികേട് കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിന് ആ അവാർഡ് കൊടുക്കേണ്ടത്. ഇപ്പോൾ പത്മഭൂഷന് പറയുകയാണ് നമുക്ക് ഈ നാഷണൽ അവാർഡ് കൂടെ മേടിച്ചത്. ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമൊന്നും പറയുന്നതല്ല, ഇതുപോലൊരു നടന ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കത്തില്ല. എന്തായാലും നമുക്ക് ഈ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ജൂറി അംഗമായിട്ടുള്ള ജയരാജ് പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് വരാം. എല്ലാ ജൂറി മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ ബ്രഹ്മയുഗമാണ്. അതിനൊരു നമ്മളെ പ്രൗഡാണ് ആ കാര്യത്തിൽ. പല സിനിമകളും ഉണ്ടായിരുന്നു. മലയാളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത് മലയാളത്തിനാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നത് തീർച്ചയായിട്ടും മലയാളം തന്നെയായിരുന്നു. മലയാളത്തിൻ്റെ അഭിമാന നടൻ മമ്മൂട്ടി, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ബ്രഹ്മയുഗത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ്, അതുപോലെ വൈക്കം വിജയലക്ഷ്മിയുടെ പിന്നണിയിൽ, അതുപോലെ ഫെമിനിച്ചി ഫാത്തിമയാണ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രം. അങ്ങനെ മലയാളത്തിൻ്റെ എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലുള്ള തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ഉള്ള സിനിമകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. ആയിട്ടുണ്ട് പോലെ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴും എന്താണ് നിത്യയൗവനമാണ്. നമുക്ക് തീർച്ചയായിട്ടും ഇനിയും സിനിമകൾ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് അവർ മികച്ച നടന്റെ കാര്യത്തിൽ മലയാളത്തിൽ നിന്ന് തന്നെയുള്ള മറ്റു നടന്മാരും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു മമ്മൂട്ടിക്കൊപ്പം. ഞാൻ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ എന്താണ് ഈ നമ്മളുടെ ജൂറിയുടെ ഒരു ഡിസ്കഷൻ പുറത്ത് പറയാൻ പാടില്ല നമ്മൾ എഴുതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കേട്ടല്ലോ, ഈ ജൂറി മെമ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രശംസിച്ച ഒരു സിനിമയാണ് ബ്രഹ്മയുഗം. കാരണം അതിന് മേളിൽ വേറൊരു സിനിമ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഫെമിനിച്ചി ഫാത്തിമ എന്ന സിനിമ, വൈക്കം വിജയലക്ഷ്മി, അതുപോലെ തന്നെ ബ്രഹ്മയുഗത്തിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ 4 അവാർഡുകളും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കേണ്ടതിന് പകരം ഇത്തരം ദുഷിച്ച ചിന്താഗതിയുള്ള പരമനായിക്കൾ വന്നിട്ട് ഇത്തരത്തിൽ കമന്റ് ഇടുമ്പോൾ ഇവനൊക്കെ ഓരോ മലയാളികളെയുമാണ് അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അവാർഡ് വാങ്ങിയവർക്കെല്ലാം ഹൃദയത്തിൽ തൊട്ട 1000 അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇനി വരും വർഷങ്ങളിലും ഈ പറയുന്ന യുവാക്കളുമായിട്ട് മത്സരിക്കാൻ നമ്മുടെ കൊടുമൺ പോറ്റി, നമ്മുടെ മമ്മൂക്ക, നമ്മുടെ മൂത്തോൻ, മലയാളത്തിൻ്റെ ഇതിഹാസ നടൻ, ഇന്ത്യൻ സിനിമയുടെ ഫേസ് ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ഈ വർഷങ്ങളിൽ ഇനിയും നമുക്ക് വേണ്ടി മമ്മൂക്ക കാത്തുവച്ചിരിക്കുന്നു. ഈ മഹത്തായ ഈ ഒരു ദിവസം നമ്മളിലേക്ക് എത്തിച്ച പ്രിയപ്പെട്ട മമ്മൂക്കാക്കും അതുപോലെ രാഹുൽ സദാശിവനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട വലിയൊരു സല്യൂട്ട്.